നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ അമ്മേ, നന്ദിനിയടത്തേക്ക് ഇവരുടെ കൂടെ ഏട്ടനൊപ്പം പോണോന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ചമ്മല് അല്ലേ? അതിനെ നമ്മളെല്ലാവരും കൂടി നിർബന്ധിച്ചിട്ട് പോകുന്നത് പോലെ ആക്കണം നന്ദിനിയേട്ടത്തി, അല്ലേ? നമുക്ക് ഈ ട്രിപ്പില് അച്ഛനും അമ്മയും കൂടെ ഉൾപ്പെടുത്തിയാലോ? അങ്ങനെയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അത് ഐഡിയ. അവർക്ക് വേണ്ടി നമുക്ക് റൂം നമ്മുടെ ചെലവിൽ ബുക്ക് ചെയ്യാൻ എന്താ പോരെ? മതി. എനിക്ക് സന്തോഷായി. ഞാൻ ഈ വിവരം ഇപ്പൊ തന്നെ അവരെ അറിയിക്കട്ടെ. അതൊന്നും നടക്കില്ല. ജേട്ടൻ വരുമെങ്കിൽ കൊണ്ടുവയ്ക്കോ, പക്ഷെ ഞാൻ എന്തായാലും വരില്ല. എന്താ അമ്മ ഇത്? മീനാക്ഷി, നീ മിണ്ടരുത്. ഇതെല്ലാം നീ ഒപ്പിക്കുന്ന വേലകളാണെന്ന് എനിക്കറിയാം. മക്കളാണെന്ന് കരുതി ക്ഷമിക്കുന്നതാ. പിള്ളേരുടെ അധിക പ്രസംഗം കുറച്ച് കൂടുന്നുണ്ട്. എന്താ? അന്തരീക്ഷം സംഭവബഹുലവും സംഘർഷഭരിതവുമാണെന്ന് തോന്നല്ലോ. എന്താ പ്രശ്നം? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? എന്താ മോനെ ജയരാമ കാര്യം? കാര്യം ഇവര് പറയുമേ. മുത്തശ്ശി, മാമലക്കാവ് പൂപ്പാട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസില് ഒരു 4 ദിവസം അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ള പാസ് എനിക്ക് ഡിപ്പാർട്ട്മെന്റ് തന്നു. എനിക്കെന്ന് വെച്ചാ എനിക്കും മീനാക്ഷിക്കും കുഞ്ഞിനും. അപ്പൊ അതൊരു ഹണിമൂൺ ട്രിപ്പായിട്ട് ഡിപ്പാർട്ട്മെന്റ് നിനക്ക് തരുന്നതായിരിക്കും. സത്യമാണമ്മേ. എന്നാ ഞങ്ങള് പോവല്ലേ? ഇവരും കൂടി വരട്ടെ. ആ ഗസ്റ്റ് ഹൗസില് വേറെ മുറി ബുക്ക് ചെയ്യാന്ന് കാർത്തേട്ടൻ പറഞ്ഞു. ആഹാ, അതിന് ദേവമ്മയും വല്യമ്മാവനെയും ഞാൻ ക്ഷണിച്ചതിനാ. ദേവമ്മയുടെ ഈ ബഹളം. ഇതിനാണോ ഈ ഒച്ചപ്പാട്? ഇതല്ലേ ഒരു സന്തോഷം ഏട്ടത്തി. ഇങ്ങനെയൊക്കെ ഉള്ളൊരവസരം ആരെങ്കിലും വെറുതെ കളയൂ ഏട്ടത്തി? പിള്ളേരുടെ ഒരു സന്തോഷമല്ലേ? അവരോട് പോവാൻ നോക്കുന്നേ. ഞാനില്ല സാവിത്രി. ഇവിടെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ കാര്യം ആര് നോക്കും? ഓ പിന്നെ. ഓ, അതാണോ? അതൊക്കെ ഞങ്ങള് നോക്കിക്കോളാം മോളെ. അത്യാവശ്യം സ്വയം പര്യാപ്തതയൊക്കെ നമുക്കുണ്ട്. കണ്ടോ? അതെ. എന്തായാലും ഞാനില്ല. അങ്ങനെ പറയല്ലേ ദേവമ്മേ. ദേവമ്മയും വല്യമ്മാവനും കൂടി വരണം. ഹണിമൂൺ ആണെന്നൊന്നും തോന്നണ്ട ഏട്ടത്തി. ഒരു തീർത്ഥാടനമാണെന്ന് കരുതിയാ മതി, അല്ലേ? തീർത്ഥാടനത്തിനും ഭജനത്തിനും ഒക്കെ പോവാൻ ഇവരെന്താ കിളവിയും കിളവനുമാണോ? എല്ലാം ഒടിഞ്ഞ് പല്ലുപോയ കിളവിയും കിളവനും. ഈ അമ്മയുടെ ഒരു കാര്യം. എന്റെ അമ്മേ, നന്ദിനിയടത്തേക്ക് ഇവരുടെ കൂടെ ഏട്ടനൊപ്പം പോണോന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ചമ്മല്, അല്ലേ? അതിനെ നമ്മളെല്ലാവരും കൂടി നിർബന്ധിച്ചിട്ട് പോകുന്നത് പോലെ ആക്കണം നന്ദിനിയേട്ടത്തി, അല്ലേ? അതിനല്ലേ ഈ അടവ്. സാവിത്രി
എന്നാലേ ഞങ്ങൾ എല്ലാവരും കൂടി നിർബന്ധിച്ചിരിക്കുന്നു. ആ കൈമളേട്ടാ, ഒന്ന് നിർബന്ധിക്കുന്നേ. ഞാനൊരു സഹസ്രകോടി പ്രാവശ്യം നിർബന്ധിച്ചിരിക്കുന്നു. ആ അതെ. ദേ, ഞാൻ റൂം ബുക്ക് ചെയ്യാൻ പോവാ. നീ അതങ്ങ് ബുക്ക് ചെയ്യടാ മോനെ, ഏട്ടത്തി വരും. ഉം. ചെല്ലി. എന്നോട് മാത്രം എല്ലാവർക്കും അവഗണന. എന്തേലും കുത്തിത്തിരിപ്പുണ്ടാക്കി ഇവരുടെ യാത്ര മുടക്കണം. ആ മൈഥിലി എവിടെ? അവൾ മുറി കാണുമായിരിക്കും, നോക്കാം. ആ, നല്ല നിലാവ് അല്ലേ രാജലക്ഷ്മി? അതെ, എന്തെന്നില്ലാത്ത മനസ്സുഖം. ആ, കുടുംബത്തിൽ സന്തോഷം വരുമ്പോ അങ്ങനെയാ. ആ ആ, നാളെ രാവിലെ പോവേണ്ടതല്ലേ മോളെ? പെട്ടിയൊക്കെ അടുക്കി വെച്ചോ? അതൊക്കെ റെഡിയാക്കി വെച്ച മുത്തശ്ശി. ആ, നിങ്ങളുടെ പെട്ടികളോ? ആ എനിക്കും ചേട്ടനും കൂടി ഒരു പെട്ടിയേ ഉള്ളൂ അമ്മ. അത് ഞാൻ രാവിലെ അടുക്കിക്കോളാം. അതിരാവിലെ പോകേണ്ടതാ. അതിനെന്താ, വെളുപ്പിന് 3:30 എഴുന്നേക്കുന്ന നന്ദിനിയോടാ കൈമളേട്ടൻ വെളുപ്പിനെ പോണോന്ന് പറയുന്നത്. ഹോ, ആ, നമ്മള് ചിന്തിക്കാത്തതും വിട്ടുപോയതുമായ മറ്റൊരു പ്രശ്നമുണ്ടല്ലോ. എന്ത് പ്രശ്നം? കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോ കുഞ്ഞിന് പാല് കൊടുക്കാൻ എന്ത് ചെയ്യും? പാല് കൊടുക്കണമെങ്കിൽ അവളെയും കൂടി കൊണ്ടുപോണ്ടേ? അവളെ എങ്ങും കൊണ്ടുപോകാൻ പറ്റത്തില്ല. കൊണ്ടുപോയാ നിങ്ങൾക്ക് ഒരു സ്വസ്ഥതയും കിട്ടില്ല. മാത്രല്ല, അവള് കൂടെ വന്നാ നമുക്കിട്ട് ഉറപ്പായും എന്തെങ്കിലും മേലെ വെക്കും. ആ മൈഥിലി ഇപ്പൊ ഇവർക്ക് കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല, മധുരിച്ചിട്ട് തുപ്പാനും പറ്റാത്ത അവസ്ഥയാണ്. നിങ്ങൾ 4 പേരും കൂടി സന്തോഷിക്കാൻ പോകുന്ന യാത്രയായത്. അവളെ കൂടെ കൊണ്ടുപോയാലേ ദുഃഖത്തിലേ കലാശിക്കൂ. കുഞ്ഞിന് പാല് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അതിന് മറ്റൊരു ഓപ്ഷൻ ഇല്ല. ടിൻപാല് കൊടുക്കാൻ പറ്റില്ലല്ലേ? അത് കൊടുക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? പിന്നെന്ത് ചെയ്യും? ഇതിനൊക്കെ ഒരു പരിഹാരം വേണമല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.